വെൽക്കം ടു ദ മലയാളം ഓഡിയോ ബുക്ക് ചാനൽ ദ ത്രില്ലിംഗ് വോയിസസ്. അർദ്ധരാത്രിയിൽ ഇരുട്ടിനെ ഭയന്നുറങ്ങുന്ന ലോകത്തെ ഭീതിയോടെ ഉണർത്തുന്ന ഒരു പേര്, രക്തം കുടിക്കുന്ന ഭീകരതയുടെ രാജാവ്. അതെ, അവൻ ഡ്രാക്കുള. പിറ്റേന്ന് പ്രഭാതമായി. ദൈവം എന്നെ ഭ്രാന്തനാക്കിയില്ല. അതിന് അദ്ദേഹത്തിന് പ്രത്യേകം സ്തുതി. ഉറപ്പും സുരക്ഷയും ഒക്കെ ഇപ്പോൾ പഴങ്കഥകൾ മാത്രം. ഇവിടുത്തെ ഇതുവരെയുള്ള ഈ ഒരു താമസത്തിനിടയിൽ എനിക്കൊരു കാര്യം ഉറപ്പായി. എന്തായാലും എനിക്ക് ഭ്രാന്ത് പിടിക്കാൻ പോകുന്നില്ല. മറിച്ചായിരുന്നുവെങ്കിൽ ഇതിനോടകം അത് സംഭവിച്ചേനെ. ഇവിടെ താണ്ഡവമാടുന്ന ഈ ഒരു ഭീകര അനുഭവങ്ങളിൽ ഏറ്റവും മയമുള്ളതായി തോന്നിയത് പ്രഭുവിനെയാണ്. എനിക്കിപ്പോഴുള്ള ഏക ആശ്രയം അയാൾ മാത്രമാണ്. വലിയവനും കരുണാമയനുമായ ദൈവമേ, എന്നെ ഭ്രാന്തന്റെ വഴിയിലേക്ക് വലിച്ചെറിയാതെ എനിക്ക് ശാന്തി നൽകണേ. എന്റെ മനസ്സിൽ ചോദ്യചിഹ്നം ഉയർത്തിയ പല സംഗതികളെക്കുറിച്ചും എനിക്ക് ചിലതൊക്കെ മനസ്സിലാക്കി തുടങ്ങി. എന്റെ എഴുത്തുമേശ എവിടെ? വേഗം കൊണ്ടുവരൂ. എന്റെ വികാരങ്ങളെ അക്ഷരത്തിലൂടെ വാഗ്മയ ചിത്രങ്ങളാക്കാൻ എന്റെ ഹൃദയം വെമ്പുന്നു എന്ന ഹാംലറ്റ് നാടകത്തിൽ ഷേക്സ്പിയർ പറഞ്ഞതിന്റെ അർത്ഥം എനിക്കിപ്പോൾ മനസ്സിലാകുന്നു. എന്റെ മസ്തിഷ്കം വികാരത്തള്ളിച്ചാൽ ഇളകി ആടാൻ തുടങ്ങി. എനിക്ക് വെറുതെ ഇരിക്കാനേ തോന്നുന്നില്ല. മനസ്സിൽ തിരതള്ളി വന്ന ആ ഒരു വികാരങ്ങളെ അക്ഷരരൂപത്തിലാക്കാൻ ഞാൻ എന്റെ ഡയറി എഴുതാനിരുന്നു. അപ്പോൾ ആകെ ഒരു ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ എന്നെ തഴുകി കടന്നുപോയി. ഒപ്പം പ്രഭുവിന്റെ അജ്ഞാതമായ ആ ഒരു മുന്നറിയിപ്പ് എന്നിലാകെ ഭീതി ജനിപ്പിച്ചു. എനിക്ക് ഒരിക്കലും രക്ഷപ്പെടാനാവാത്ത തരത്തിൽ അയാളെന്നെ തടവുകാരനാക്കിയിട്ടുണ്ടോ? ഇനി അടുത്ത അടവെന്തായിരിക്കും? ഓർക്കുമ്പോൾ തന്നെ ഭയം തോന്നുന്നു. എഴുത്ത് നിർത്തി ഞാൻ എന്റെ ഡയറി മടക്കി വെച്ചു. പേന പോക്കറ്റിലിട്ടു. ഉറക്കം എന്നെ കുറേശ്ശെ ഗ്രസിക്കാൻ തുടങ്ങി. അതെ, എനിക്ക് ഉറക്കം വരുന്നു. പ്രഭുവിന്റെ ആ ഒരു മുന്നറിയിപ്പ് എന്റെ മനസ്സിലേക്ക് ഓടിക്കയറി വന്നു. എന്റെ മുറിയിലല്ലാതെ മറ്റൊരിടത്തും കിടന്നുറങ്ങാൻ പാടില്ല എന്ന അയാളുടെ ആ ഒരു മുന്നറിയിപ്പ്, അത് നിഷേധിക്കുന്നതിൽ എനിക്ക് അപ്പോൾ ഒരു രസം തോന്നി. ഉറക്കം എന്നെ പൊതിയുകയാണോ? ചുറ്റിനും ആ ഒരു നിലാവെളിച്ചത്തിന്റെ ഒരു ലാസ്യ ഭംഗി. ഇരുട്ടും മനംമടുപ്പും നിറഞ്ഞ എന്റെ ആ ഒരു മുറിയിലേക്ക് പോകണ്ടെന്ന് ഞാൻ അപ്പോൾ തീരുമാനിച്ചു. ഇന്ന് ഇവിടെ കിടന്നുറങ്ങാം. ഇവിടെ കിടന്നാൽ എന്താണ് കുഴപ്പം? പണ്ടെങ്ങോ സുന്ദരികളായ തരുണീമണികൾ യുദ്ധത്തിന് പോയ തങ്ങളുടെ ഭർത്താക്കന്മാരെ കുറിച്ച് വേവലാതിയുമായി ഉരുകുന്ന ഹൃദയത്തോടെ ശോകഗാനത്തിന്റെ ഈരടികൾ ചൊല്ലി സമയം പോക്കിയ ഇടമാണിത്. മൂലയിൽ കിടന്ന ഒരു വലിയ ചാരുകസര ഞാൻ വലിച്ചു മുന്നിലേക്കിട്ടു. അതിൽ കിടന്നാൽ പുറത്തുള്ള ആ ഒരു മനോഹര ദൃശ്യം എനിക്ക് കാണാൻ കഴിയും. കസേരയിലാകെ പൊടിപടലമായിരുന്നു. അതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ലായിരുന്നു. ഉറക്കം എന്നെ മൊത്തത്തിൽ പൊതിയുന്നത് പോലെ എനിക്ക് തോന്നി. പെട്ടെന്ന് എനിക്ക് ആകെ ഒരു തോന്നൽ, ആ മുറിയിൽ ഞാൻ ഒറ്റയ്ക്കല്ലേ? മുറിക്കൊരു മാറ്റവും സംഭവിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിറഞ്ഞ നിലാവെളിച്ചത്തിൽ പൊടി കട്ട പിടിച്ച ആ ഒരു തറയിൽ എന്റെ കാൽപ്പാടുകൾ പതിഞ്ഞു കിടക്കുന്നത് എനിക്ക് കാണാനായി. അതാ അവിടെ എനിക്ക് എതിർവശത്ത് 3 സ്ത്രീകൾ. നിലാവെളിച്ചത്തിൽ എനിക്കവരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. അവരുടെ വസ്ത്രം കൊണ്ടും ആംഗ്യവിക്ഷേപം കൊണ്ടും അവർ സ്ത്രീകളാണെന്ന് ഞാൻ ഉറപ്പിച്ചു. സ്ത്രീകളെ പറ്റി ഞാൻ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. അപ്പോഴേക്കെന്താ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അവരെന്റെ സമീപത്തേക്ക് നടന്നെടുക്കുകയാണോ? അല്പനേരം അവരെന്നെ നിർനിമേഷരായിട്ട് നോക്കി നിന്നു. പക്ഷേ തറയിൽ അവരുടെ ഒരു നിഴൽ പോലും പതിയുന്നതായിട്ട് ഞാൻ കണ്ടില്ല. കൂട്ടം കൂടി നിന്ന് അവരെന്തോ അടക്കം പറയുകയാണ്. അതിൽ 2 പേർ പ്രഭുവിനോട് സാമ്യമുണ്ടായിരുന്നു. ഉയർന്ന നാസികകൾ, കുത്തിത്തുളച്ചു കയറുന്നത് പോലെയുള്ള കണ്ണുകൾ. അവ വിളറിയ ചന്ദ്രപ്രഭയിൽ ചുവന്നിരിക്കുന്നതായി എനിക്ക് തോന്നി. പക്ഷേ മൂന്നാമത്തവൾ അതിസുന്ദരിയായിരുന്നു. സ്വർണവർണ്ണമുള്ള അവളുടെ മനോഹരമായ ആ ഒരു മുടി അഴിഞ്ഞുലഞ്ഞ് താഴെ നീണ്ടു ചുരുണ്ട് കിടന്നിരുന്നു. കണ്ണുകളുടെ മനോഹാരിത, ഹാ, മങ്ങിയ ഇന്ദ്രനീലം പോലെ. അവളെ എങ്ങോ കണ്ട് മറന്നതുപോലെ എനിക്ക് തോന്നി. ഇനി എന്നെ ഭയപ്പെടുത്തിയ ഏതെങ്കിലും സ്വപ്നത്തിലാണോ, എവിടെയാണ് കണ്ടതെന്ന് എനിക്ക് ഒട്ടും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. 3 പേർക്കും തൂവെണ്മയാർന്ന പല്ലുകൾ. ചുവന്ന ചുണ്ടുകൾക്കിടയിലൂടെ പ്രത്യക്ഷപ്പെട്ട അവ വൈഡൂരി കല്ലിന്മേൽ പതിച്ച വെൺമുത്തുപോലെ തോന്നി. ഇവരുടെ ഈ ഒരു ദൃശ്യം എന്നെ ആകെ അസ്വസ്ഥനാക്കി. എന്തൊക്കെയോ ഓർമ്മകൾ എന്റെ മനസ്സിലേക്ക് തികട്ടി കയറി വന്നു. ഒരു മാരക ഭയവും എന്നെ ഗ്രസിച്ചു. അതോടൊപ്പം തന്നെ പുരുഷ സഹജമായ ഒരു ആഗ്രഹവും എന്റെ മനസ്സിൽ കയറി കൂടി. അവരുടെ ആ ഒരു ചുവന്നു തൊടുത്ത അധരങ്ങൾ കൊണ്ട് എന്നെ ഒന്ന് ചുംബിച്ചിരുന്നെങ്കിൽ എന്ന് എന്റെ വിഡിതം നിറഞ്ഞ ഒരു ചിന്ത ഒരു നിമിഷം എന്റെ മനസ്സിലൂടെ പാഞ്ഞുപോയി. ഇതൊന്നും എഴുതി വെക്കുന്നതേ ശരിയല്ല. മീന കണ്ടാൽ ആകെ വിഷമിക്കും. പക്ഷേ എന്ത് പറയാൻ, ഇതായിരുന്നു സത്യം.
അതാ അവർ പരസ്പരം എന്തോ മന്ത്രിക്കുന്നുണ്ട്. അവരാകെ പൊട്ടിച്ചിരിച്ചു. ചിരി സംഗീതസാന്ദ്രമായിരുന്നുവെങ്കിലും ഒരു മനുഷ്യന്റെ ചുണ്ടുകൾക്കിടയിലൂടെ ഇത്ര പരുഷമായിട്ട് അത് പുറത്തേക്ക് വരില്ല. സ്ഫടിക ചഷകങ്ങൾ കൂട്ടിമുട്ടിയാൽ എന്ന പോലെ ചിലമ്പിച്ചതും പരുക്കനുമായിരുന്നു ആ ഒരു ചിരി. കൂട്ടത്തിലെ ആ ഒരു സുന്ദരി പെണ്ണ് മാറി നിന്ന് ഒരു അഴിഞ്ഞാട്ടക്കാരിയെ പോലെ എന്നെ നോക്കി പുഞ്ചിരി തൂക്കി. കൂടെയുള്ള മറ്റു രണ്ടുപേരും അവളെ ആകെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. നീ മുന്നിൽ നടക്കൂ, ഞങ്ങൾ പിറകെ വരാം. നീ തുടങ്ങുന്നതാണ് നല്ലത്. നോക്കൂ, അയാൾ ചെറുപ്പക്കാരനും നല്ല കരുത്തുള്ളവനുമാണ്. ചുംബനങ്ങൾ കൊണ്ട് നമുക്ക് അയാളെ വീർപ്പ് മുട്ടിക്കാം. കൊതി തീരുവോളം നമുക്ക് ചുംബിക്കും. ഞാൻ കൺപോളകൾ അടച്ച് ശാന്തനായി കിടന്നു. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്നുള്ള ഓർമ്മയിൽ ഞാൻ ആകെ വിറവുകൊണ്ട് കിടന്നു. സുന്ദരിയായ ആ പെൺകുട്ടി എന്റെ അരികിലേക്ക് നടന്നു വന്നു. എന്റെ കൺപോളകളുടെ ചെറുവിടവിലൂടെ ഞാനത് കാണുന്നുണ്ടായിരുന്നു. അവൾ എന്റെ അരികിലേക്ക് വന്ന് എനിക്ക് മുകളിലേക്ക് കുനിഞ്ഞു. അവളുടെ ഉച്ഛ്വാസം എന്റെ ദേഹത്ത് തട്ടുന്നുണ്ടായിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ എനിക്കാകെ അനുഭൂതി ഉണ്ടാക്കുന്ന ഒരു അനുഭവമായിരുന്നു അത്. തേൻതുള്ളി പോലെ മധുരതരം. പക്ഷെ അവളുടെ പരുക്കൻ ശബ്ദം എന്റെ സിരകളെ കുത്തിനോവിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഞൊടിയിടയിൽ എന്നിൽ നിന്ന് ആ ഒരു അനുഭൂതി അപ്രത്യക്ഷമായി. രക്തം മണക്കുന്നത് പോലെയുള്ള ആ ഒരു അറപ്പ് എന്നിലേക്കാകെ ഇരച്ചെത്തി. ഭയത്തിന്റെ ആ ഒരു ആധിക്യം മൂലം എന്റെ കൺപോളകൾ എനിക്ക് ഉയർത്താനേ കഴിഞ്ഞില്ല. പീലികൾക്കിടയിലൂടെ ചെറുവിടവിലൂടെ ഞാൻ പുറത്തേക്ക് നോക്കി. എനിക്ക് നേരെ അവളതാ മുട്ടിലിഴഞ്ഞു നീങ്ങുന്നു. അഭിനിവേശവും വിരക്തിയും ഒരേ സമയം എന്നിലേക്ക് തികട്ടി വന്നു. അവൾ കഴുത്ത് വളച്ചൊരു മൃഗത്തെ പോലെ നാവ് പുറത്തേക്കിട്ടു. നിലാവട്ടത്തിൽ ചുവന്നീറനായ ആ ഒരു നാവ് ഞാൻ കണ്ടു. കൂർത്തു നീണ്ട വെളുത്ത കോമ്പലുകൾക്കിടയിലൂടെ അവ പുറത്തേക്ക് നീണ്ടു കിടക്കുന്നു. അവളുടെ നാവും ചുണ്ടും താഴേക്ക് താഴേക്ക് താന്നിറങ്ങിക്കൊണ്ടേയിരുന്നു. എന്റെ വായും താടിയും കടന്ന് അവൾ താഴേക്ക് പോയി. ഏത് നിമിഷവും എന്റെ കഴുത്തിന്മേൽ പല്ലുകൾ ആഴ്ന്നിറങ്ങാം. പക്ഷേ അവൾ അല്പം അമാന്തിച്ചതുപോലെ എനിക്ക് തോന്നി. എന്റെ കഴുത്തിലതാ അവളുടെ ആ ഒരു ചൂട് നിശ്വാസം തട്ടി. എന്റെ കഴുത്തിലെ മൃദുചർമ്മത്തിന്മേൽ അവളുടെ ചുണ്ട് വിറയിലൂടെ സ്പർശിക്കുന്നു. ഇനി ഏത് നിമിഷവും അവളുടെ കൂർത്തു മൂർച്ചയേറിയ കോമ്പലുകൾ എന്റെ കഴുത്തിൽ ആഴ്ന്നിറങ്ങാം. ഞാൻ കണ്ണുകൾ ഇറുക്കി അടച്ചു. എന്റെ അഭിനിവേശമൊക്കെ എങ്ങോ പോയി മറഞ്ഞു. ദ്രുതതാളത്തിൽ എന്റെ ഹൃദയം മിടിക്കാൻ തുടങ്ങി. പക്ഷെ ആ നിമിഷം ഒരു മിന്നൽ പിണർ വേഗത്തിൽ എനിക്ക് മറ്റൊരനുഭവം ഉണ്ടായി. അത് ആ പ്രഭുവിന്റെ സാന്നിധ്യമായിരുന്നു. ഞാൻ അറിയാതെ കണ്ണുകൾ തുറന്നു. അയാൾ ആകെ ക്രോധത്താൽ നിന്ന് ജ്വലിക്കുന്നു. ഉരുക്ക് പോലെയുള്ള അയാളുടെ കരം സുന്ദരിയായ യുവതിയുടെ ലോലമായ കഴുത്തിൽ അമർന്നിരിക്കുന്നു. അയാളുടെ നീല നിറമുള്ള കണ്ണുകൾ ക്രോധം കൊണ്ട് ജ്വലിക്കുന്നു. അവളെ അയാൾ തന്റെ ബലിഷ്ഠമായ കരങ്ങൾ കൊണ്ട് തള്ളി മാറ്റി. പ്രഭുവിന്റെ മുഖത്ത് ഇത്തരമൊരു ഭീകരഭാവം ഞാൻ മുമ്പ് കണ്ടിട്ടേയില്ല. ശവക്കുഴിയിലെ പ്രേതങ്ങൾക്ക് പോലും ഇത്രമാത്രം കോപിഷ്ഠരാകാൻ കഴിയില്ല. ചുവന്നു തിളങ്ങിയ അയാളുടെ കണ്ണുകൾ നരകത്തീ പോലെ എരിഞ്ഞു. അയാളുടെ മുഖത്ത് ഭീകരമായ ഒരു മങ്ങൽ പടർന്നു. പുരികക്കൊടികൾ നീണ്ടു നിവർന്നു. ഭീകരമായ ഒരു ശക്തിയോടെ അയാൾ ആ സ്ത്രീയെ പുറകിലേക്ക് വകഞ്ഞു മാറ്റി. എന്നിട്ട് മറ്റു സ്ത്രീകൾക്ക് അടുത്തേക്ക് നീങ്ങി അവരെ അടിച്ചു പായിച്ചു. നേരത്തെ വണ്ടിക്കാരൻ ചെന്നായ്ക്കളെ വകഞ്ഞു മാറ്റിയതുപോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. വളരെ പതഞ്ഞ ശബ്ദത്തിൽ മന്ത്രമുരുവിടുന്നത് പോലെ അയാൾ ചോദിച്ചു, ഇദ്ദേഹത്തെ സ്പർശിക്കാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു? ഞാൻ വിലക്കിയിരുന്നതല്ലേ? എന്നിട്ടും ഇദ്ദേഹത്തെ നോക്കാൻ നീ എങ്ങനെ ധൈര്യപ്പെട്ടു? നേരത്തെ ഞാൻ പറഞ്ഞിരുന്നതല്ലേ ഈ മനുഷ്യൻ എന്റേതാണെന്ന്? എന്റെ അനുവാദമില്ലാതെ ഇയാളുമായി ഇടപെടാൻ ശ്രമിച്ചതിന് നീ എന്നോട് കണക്ക് പറയേണ്ടി വരും. സുന്ദരിയായ ആ യുവതി പരിഹാസത്തിൽ പൊതിഞ്ഞ ഒരു വശീകരണ ചിരിയോടെ മറുപടി പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും സ്നേഹിച്ചിട്ടേയില്ല. നിങ്ങൾ ആരെയും ഒരിക്കലും സ്നേഹിക്കുകയുമില്ല. മറ്റു രണ്ട് സ്ത്രീകൾ ഈ അഭിപ്രായത്തോട് യോജിച്ചുകൊണ്ട് പൊട്ടിച്ചിരിച്ചു. ആ പൊള്ള പൊട്ടിച്ചിരി മുറിയിലാകെ പ്രകമ്പനം കൊണ്ടു. എനിക്കെന്റെ ബോധം നഷ്ടപ്പെടുന്നത് പോലെ തോന്നി. പൈശാചികമായ ഒരു സന്തോഷം അവർ പങ്കിടുകയായിരുന്നു. എന്നെ സാഹൂതം നോക്കി നിന്ന ശേഷം പ്രഭു അവർക്ക് നേരെ തിരിഞ്ഞു. എന്നിട്ട് മൃദുവായി മന്ത്രിച്ചു, എനിക്ക് സ്നേഹിക്കാൻ കഴിയും. നിങ്ങളുടെ സ്വന്തം അനുഭവത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്കത് ബോധ്യപ്പെട്ടിട്ടുള്ളതാണല്ലോ. ഈ മനുഷ്യനെ ആദ്യം ഞാൻ സ്നേഹിക്കട്ടെ. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചുംബിച്ചോളൂ. ഇപ്പോൾ നിർബന്ധമായും ഇവിടെ നിന്ന് നിങ്ങൾ പോകണം. ഞാൻ ഇയാളെ ഉണർത്തട്ടെ. ഒരുപാട് ജോലികൾ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഈ രാത്രിയിലേക്ക് ഒന്നുമില്ലേ? അതിലൊരുവൾ ഒരു ചെറു ചിരിയോടെ ചോദിച്ചു. അവളുടെ ആ ഒരു കണ്ണുകൾ അപ്പോൾ സമീപത്ത് കിടന്നിരുന്ന ഒരു ബാഗിൽ ഉടക്കി നിൽക്കുകയായിരുന്നു. ജീവനുള്ള എന്തോ ഒരു വസ്തു അതിനകത്തുള്ളതുപോലെ അത് അനങ്ങിക്കൊണ്ടേയിരുന്നു. ഉത്തരമായി പ്രഭു തലയാട്ടി. കൂട്ടത്തിൽ ഒരുവൾ വന്ന് ബാഗിന്മേൽ ചാടി വീണു. ആർത്തിയോടെ അവൾ ആ ബാഗ് തുറന്നു. എനിക്കെന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഹോ, പകുതി മാത്രം മരിച്ച ഒരു കുട്ടിയുടെ ദീനരോദനം ശക്തമായ ഉച്ഛ്വാസത്തോടെ പുറത്തേക്ക് ചാടി. ആ സ്ത്രീകൾ ബാഗിന് ചുറ്റും കൂടി.
ഭയം കൊണ്ട് ഞാൻ നിശ്ചലനായി. ഞാൻ നോക്കുമ്പോൾ അവർ ആ ബാഗുമായി അപ്രത്യക്ഷരായി. അവർ നിന്നിരുന്ന ഭാഗത്ത് ഒരു വാതിൽ പോലും ഉണ്ടായിരുന്നില്ല. അവർക്ക് പുറത്തു പോകാൻ കഴിയുമായിരുന്നില്ല. അത്ഭുതം! അവർ ജനാല വഴി പുറത്തേക്ക് ഇറങ്ങി നിലാവിൽ കുറേശ്ശെ അലിഞ്ഞില്ലാതാകുന്നത് ഞാൻ നോക്കി നിന്നു. ഭയം എന്നെ ആകെ പൊതിഞ്ഞു. ബോധം നഷ്ടപ്പെട്ട ഞാൻ താഴേക്ക് വീണുപോയി.